ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ ഇനി സത്യങ്ങൾ അറിയണം കേട്ടോ. ശ്യാമയുടെ അഭിനയമായിരുന്നു, തന്നെ ശ്യാമ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഇനി സത്യഭാമ അറിയുന്ന ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇതിൽ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ശാലിനി എണീറ്റ് വരികയാണ്. അപ്പോൾ ശാലിനി ആണെങ്കിലോ ശ്യാമ ചെറുതായി എണീക്കലൊക്കെ തുടങ്ങി ശ്യാമ ഇങ്ങനെ കുളിക്കുകയായിരിക്കും കേട്ടോ. ആ സമയമാണ് ശാലിനി ഈ റൂമിലോട്ട് കയറി വരുന്നത്. ശ്യാമയുടെ റൂം ക്ലീൻ ചെയ്യാമെന്ന് കരുതി ശ്യാമ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഒരു മെഡിക്കൽ ഡോക്ടർ തന്ന ഒരു റിപ്പോർട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ ശാലിനി അവിടെ വൃത്തിയാക്കുന്ന രീതിയിലാണ് അതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്യാമ എണീറ്റ് പോയതിന് ശേഷമുള്ള ആ ബെഡും അവിടെ ഇരിക്കുന്ന ബെഡ്ഷീറ്റും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ചുമ്മാതാണെങ്കിലും ശാലിനി അത് എടുത്ത് നോക്കുകയാണ് കേട്ടോ. പിന്നീട് ശാലിനി പോലും ഞെട്ടിപ്പോകുന്ന ആ കാഴ്ചയാണ് ആ റിപ്പോർട്ടിൽ ശാലിനിക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ശാലിനി അത് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ ശ്യാമയെ നോക്കിയിരുന്ന ആ ധന്യ ഡോക്ടറുടെ റിപ്പോർട്ടായിരിക്കും. ശ്യാമയ്ക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ശ്യാമ സ്റ്റെയറിൽ നിന്ന് വീണതിൻ്റെ അതിൻ്റെ ഒരു ചെറിയത് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. ശ്യാമ ഓക്കെ എന്നുള്ള ആ ഒരു റിസൾട്ട് ആയിരിക്കും കേട്ടോ ഇത് കാണുന്ന ശാലിനി ഇതിങ്ങനെ വായിച്ച് നിൽക്കുന്നതായിരിക്കും ശ്യാമ കണ്ടുവരുന്നത്. കുളി കഴിഞ്ഞ് വരുന്ന ശ്യാമ ആകെ ഞെട്ടിപ്പോകണം. ഈശ്വര, എൻ്റെ ചേച്ചി കാണാൻ പാടില്ലാത്തത് തന്നെ കണ്ടിരിക്കുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയണം. അങ്ങനെ ശാലിനി ഈ ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്നത് കാണുമ്പോൾ തന്നെ ശാലിനി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമയെ കാണുമ്പോൾ ശ്യാമയെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് ശാലിനി. ഇതേ സമയം ശ്യാമ, എന്താ കുഞ്ഞേച്ചി, എന്തടി ഞാൻ ഈ കാണുന്നത്? നീ ഇത്രയും നാളും ഇവിടെ കോമ പോലെ കിടന്നിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും നീ പറ്റിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചി എന്ന് പറയട്ടോ, മര്യാദക്ക് പറയടി, എന്തിനാടി നീ ഞങ്ങളെ പറ്റിച്ചതെന്ന് പറയട്ടോ. ഈ സമയമാണ് സത്യഭാമ ആ വഴി വരുന്നത് കേട്ടോ. അങ്ങനെ സത്യഭാമ ഈ ഒരു കാഴ്ച കാണാനായിട്ട് അപ്പോൾ സത്യഭാമ ഇവരെന്തായി സംസാരിക്കുന്നത് എന്ന രൂപത്തിൽ സത്യഭാമ അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കാണ്. അങ്ങനെ ശ്യാമയോട് ചോദിക്കുകയാണ്, എന്തിനാടി നീ ഇത്രയും നാളും കോമ സ്റ്റേജിൽ കിടന്ന് മറ്റുള്ളവരെയൊക്കെ കബളിപ്പിച്ചിരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈ സമയം സത്യഭാമ അത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ആഹാ, ഇവളെന്നെ കബളിപ്പിക്കുകയായിരുന്നോ എന്നുള്ള രീതിയിൽ സത്യഭാമ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം കുഞ്ഞേച്ചി, ഇതെല്ലാം എൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. എൻ്റെ കുഞ്ഞേച്ചിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഞാനിത് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ കുഞ്ഞേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ സത്യഭാമക്ക് ഇങ്ങനെ ദേഷ്യം കയറാണ് കേട്ടോ. കലി അടക്കാൻ കഴിയുന്നില്ല, അത്രയും വലിയ ദേഷ്യത്തിലാവാണ് സത്യഭാമ. അപ്പോൾ ഉടൻ തന്നെ സത്യഭാമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഈ സമയം എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, എന്താണ് പ്രശ്നം എന്നിങ്ങനെ ശ്യാമയോട് ചോദിക്കുമ്പോൾ കാർത്തിക എനിക്കിങ്ങനെ വിഷാംശം തന്നിരിക്കുന്നു കേക്കിൽ. അപ്പോൾ കാർത്തികയുടെ മുഖംമൂടി എൻ്റെ കുഞ്ഞേച്ചി അഴിച്ചൂരാൻ വേണ്ടി അവൾ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയതെന്ന സത്യം അറിയാൻ വേണ്ടിയാണ്. എന്താ നീ പറയുന്ന മോളെ? അതെ, കാർത്തിക എനിക്ക് വിഷാംശം തന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെയറിൽ നിന്ന് ബോധം കെട്ട് വീണത്. പിന്നീട് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷേ അത് പപ്പിയോ സത്യയെ കഴിക്കേണ്ട ചെറിയായിരുന്നു, അവർ കഴിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് അവരെല്ലാം ആരെങ്കിലും ഒരാളെ നഷ്ടപ്പെട്ടിരുന്നു. മോളെ നീ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം സത്യമാണ് കുഞ്ഞേച്ചി, പച്ചയായ സത്യം, അവളുടെ മുഖംമൂടി ഊരണം. അവൾ എന്തോ ഗൂഢലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ പറയുന്ന അവളും മധുശ്രീയും ഒരുമിച്ച് നിന്ന് നമ്മുടെ കുടുംബത്തെ ആരൊക്കെ തകർക്കാൻ കുഞ്ഞേച്ചിയോടുള്ള ആ ഒരു ദേഷ്യമാണ് അവൾക്ക്. അത് കുഞ്ഞുങ്ങളിലൂടെ അവൾ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അത് ശാലിനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ശാലിനി, എന്താ നീ പറയുന്നത്, കുറച്ച് നേരത്തെ പറയണ്ടേ, എന്നാൽ അവളുടെ മുഖംമൂടി ഞാൻ വലിച്ചൂരിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും കുഞ്ഞേച്ചി അവളെ കണ്ടെത്തണം, അവളുടെ മുഖംമൂടി വലിച്ചൂരുക തന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം പെട്ടെന്ന് അങ്ങ് ശ്യാമ അവിടെ സത്യഭാമയുടെ സൗണ്ട് കേൾക്കണം. അപ്പോൾ ശ്യാമ പെട്ടെന്ന് അവിടെ വയ്യാത്തതുപോലെ അങ്ങ് അഭിനയിക്കണം കേട്ടോ. ഇതേ സമയം സത്യഭാമ രോഹിത്തിനെ വിളിക്കണം. രോഹിത്ത്, ഞാൻ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ശ്യാമയെ ഒന്ന് പരിശോധിക്കണം. എന്നും ഇപ്പോൾ ശ്യാമ ഈ ഒരു സ്റ്റേജിൽ കിടക്കുന്നത് അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് വന്ന് ശ്യാമയെ പരിശോധിക്കട്ടെ. ഡോക്ടർ ഇപ്പോൾ എത്തും, 2 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടില്ല. അപ്പോഴേക്കും ഈ പറയുന്നത് പോലെ
ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇതേ സമയം ഇത് ധന്യ ഡോക്ടർ അല്ലല്ലോ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം സത്യാമ്മ ചോദിക്കുകയാണ്, അതെന്താ ധന്യ ഡോക്ടർ മാത്രം നോക്കിയാലേ ഇവളുടെ അസുഖം മാറുള്ളൂ? ഇവൾ ഇത്ര ദിവസമായി ഇങ്ങനെ ഒരു സ്റ്റേജിൽ കിടക്കുന്നതും ഇത് ഈ പറഞ്ഞതുപോലെ കുഞ്ഞേച്ചി എന്ന് മാത്രമേ ഉള്ളൂ ഇവളിൽ. അപ്പോൾ ഇവളുടെ അസുഖത്തിന് ഇനി ശമനമുണ്ടോ എന്ന് അറിയണമല്ലോ, അത് വേറെ ഡോക്ടറിലൂടെ ആവാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വേറെ ഡോക്ടറെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ സത്യാമ്മ പറയണം. അപ്പോൾ ഈ സമയം ശ്യാമയുടെ നെഞ്ചിടിപ്പ് വളരെ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശാലിനി തൊട്ടരികിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയണ, സത്യാമ്മ എല്ലാവരും ഒന്ന് ഈ റൂമിൽ നിന്ന് പുറത്തു പോവോ, ക്ഷമയൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ഈ സമയം രാഘവനും പപ്പിയും രോഹിത്തും വിഷ്ണുവും സത്യാമ്മയും ഒക്കെ ഇങ്ങനെ പുറത്ത് പോവാണ്. ശാലിനി മാത്രം കൂടെ നിൽക്കണം. അപ്പോൾ ശാലിനി പോവാൻ ഒരുങ്ങുന്നുണ്ട്, പക്ഷേ ശാലിനിയെ പോവാൻ സമ്മതിക്കില്ല. കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്യാമ തൻ്റെ അഭിനയം തുടരുകയാണ്. അപ്പോൾ കുഞ്ഞേച്ചി അവിടെ നിർത്തിക്കൊള്ളാൻ എങ്ങനെ ആവശ്യപ്പെടുക കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുഞ്ഞേച്ചി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ സത്യാമ്മ, എടി നീ അഭിനയിക്കടി, നിൻ്റെ അഭിനയം തുടരുന്നു, ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ സത്യാമ്മ ഇങ്ങനെ മനസ്സുകൊണ്ടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യാമ്മ ഇത് പറയുമ്പോൾ ശ്യാമയാണെങ്കിലോ, ഈശ്വര ഞാൻ ഇനി എന്ത് ചെയ്യും, ധന്യ ഡോക്ടറാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ കഴിയും. എന്നാൽ ഈ ഡോക്ടർ എന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മുഖംമൂടി വലിച്ചൂരും, എനിക്ക് ഇത്രയും നാൾ ഒരു അസുഖമില്ലെന്ന് ഉള്ള സത്യം പുറത്തോട്ട് വരികയും ചെയ്യുമല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയാണ്, ഈ കുട്ടിയെ ഇവിടെ കിടത്തു എന്ന് പറയണേ. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ കിടത്തി പരിശോധിക്കുകയാണ്. ഇതേസമയം നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ പുറത്തോട്ട് പോ എന്നിങ്ങനെ ശാലിനിയോട് പറയണ്ട. അങ്ങനെ ശാലിനിയും പുറത്തിറക്കാണ്. അപ്പോൾ സത്യാമ്മ, ഇതാടി യഥാർത്ഥ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നീ പോലും അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല, നിങ്ങളുടെ കള്ളക്കളി ഞാൻ ഇന്നത്തോടു കൂടി പൊളിച്ചൂരോടി എന്നിങ്ങനെ സത്യഭാമ മനസ്സുകൊണ്ട് കുറിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധന തുടങ്ങുമ്പോഴേക്കും ശ്യാമ ഡോക്ടറുടെ കാൽക്കൽ അങ്ങ് വീഴാനേട്ടോ. ഡോക്ടർ എന്നെ രക്ഷിക്കണം, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഡോക്ടർ പറയണേ, എന്താ നീ ഇപ്പോൾ കാണിക്കുന്നത്, ഞാനൊരു ഡോക്ടറാണ്, എന്തിനെ തന്നെ ഞാൻ രക്ഷിക്കുന്നത്, സത്യാമ്മയുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ സത്യാമ്മ എന്നെ പച്ചക്ക് തിന്നും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തിനാണ് നിന്നെ സത്യാമ്മ തിന്നുന്നത്, നീ ചെയ്ത തെറ്റിൻ്റെ ഫലം കൊണ്ടല്ലേ, എന്തിനാണ് ഇത്രയും നാളും നീ ഒരു കോമാളിയെ പോലെ എല്ലാവരെയും കബളിപ്പിക്കുന്നത്, നീ ഒന്നും അറിയാൻ കഴിയാത്ത ഒരു പെണ്ണായി അഭിനയിച്ചത് എന്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നത് സത്യാമ്മ ഇങ്ങനെ ചെവി ഓർക്കണം കേട്ടോ. ഡോറിൽ ഇങ്ങനെ ചെവി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം അവള് എന്തായാലും ആ ഡോക്ടറെയും കയ്യിലടക്കും, അതുകൊണ്ട് പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ ഒരൊറ്റ തുറക്കല ഡോറ്. അതോടുകൂടി ശ്യാമ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നതായിരിക്കും സത്യാമ്മ കാണുക. ശ്യാമയാണെങ്കിലോ ഡോക്ടർ വരുന്നെന്ന് കാണുന്നതിനോടുകൂടി ആ കൈയങ്ങ് താഴോട്ടിടാണ്. ഇതേ സമയം ഡോക്ടർ ഇവളെ പരിശോധിക്കൽ കഴിഞ്ഞില്ല. കഴിഞ്ഞു, ഇവളെന്താ ഡോക്ടറോട് പറയുന്നത്? അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം കേട്ടോ. ഇതേ സമയം ശാലിനി ചോദിക്കും, നീ ഡോക്ടറോട് എന്തെങ്കിലും പറഞ്ഞിടേ എന്നിങ്ങനെ കണ്ണോട് കാണിക്കുമ്പോൾ ഇല്ല പറയാൻ ഫുള്ള് കഴിഞ്ഞില്ല എന്നിങ്ങനെ ശ്യാമ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കറിയില്ല എന്നിങ്ങനെ ശ്യാമയും പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഡോക്ടറോട് ചോദിക്കണേ, ശ്യാമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയൂ എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ഇത് കേൾക്കുന്നതിനോടുകൂടി സത്യഭാമ അങ്ങ് പിന്നെ മുന്നും പിന്നും നോക്കില്ല, ഡോക്ടറുടെ ബാക്കി കേൾക്കാൻ നിൽക്കില്ല. അങ്ങനെ സത്യഭാമ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. നിൻ്റെ ചേച്ചിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കപട നാടകം കളിച്ച് കോമ സ്റ്റേജിൽ കിടന്ന് എന്നെ ഒരു പൊട്ടിയാക്കുകയായിരുന്നില്ലേ, സത്യഭാമയെ കളിപ്പിക്കാൻ മാത്രം നീ ആയോടി, എൻ്റെ വീട്ടിലെ മരുമകളായ നീ എന്നെ കബളിപ്പിക്കുന്നു, നിൻ്റെ ചേച്ചിയെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂടി, നീ എന്തടി എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്, ഞാൻ ആരാണെന്ന നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ശ്യാമയോട് ഇങ്ങനെ ചൂടാവണേട്ടോ. ഇതേ സമയം ശ്യാമ സത്യാമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. സത്യാമ്മയെന്നോ? ആരടി സത്യാമ്മ, ആരെ നിൻ്റെ സത്യാമ്മ? നീ സത്യഭാമ എന്ന ആ വാക്കിന് വില നൽകുന്നുണ്ടെങ്കിൽ എന്നെ നീ ഇങ്ങനെ പൊട്ടിയാക്കൂടി, സ്വന്തം മകളായി നിന്നെ ഞാൻ കൂടെ കൂട്ടിയതിനുള്ള ശിക്ഷയല്ലടി നീ എനിക്ക് തന്നിരിക്കുന്നത്, എന്തിനാടി നീ എനിക്ക് ഈ ശിക്ഷ നൽകിയത്? ഇവളെപ്പോലെ ഒരുത്തിയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും എൻ്റെ മകൻ്റെ ജീവിതം തകർത്ത് എൻ്റെ മകനെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ഇവളെ എന്തിനാണ് നീ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളുടെ സമാധാനം കളയാനാണോ? അതുകൊണ്ട് ഈ സത്യഭാമയോട് കള്ളം പറഞ്ഞവരെയും ഈ സത്യഭാമയോ കബളിപ്പിച്ചവരെയും ജീവിതമില്ലാതായത് തൻ്റെ മുന്നിൽ കണ്ടതാണല്ലോ, അതുകൊണ്ട് തനിക്കും ഇനി ജീവിതമില്ല, ഈ വീടിൻ്റെ പടി ഈ നിമിഷം തനിക്ക് ഇറങ്ങാമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശ്യാമ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം ശ്യാമ സത്യാമ്മ എന്ന് പറയുന്നുണ്ട്, മതി നിൻ്റെ അഭിനയം ഇനി നിർത്തിക്കോ, ഇപ്പോൾ പെട്ടിയും പ്രമാണം
തീരുമാനമെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം പടിയിറങ്ങിക്കോ എന്ന് ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുമ്പോൾ രോഹിത്തിനും വിഷ്ണുവിനും ഒക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. കാരണം രോഹിത്ത് പോലും അന്താളിച്ച് പോവാണ്. കാരണം താൻ ഇത്രയും നാൾ തൻ്റെ ക്ഷമക്ക് വയ്യ എന്നല്ല കരുതിയിരുന്നത്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ഡോക്ടർ പോലും ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യമ്മ പറയും, എന്താടി നീ പൊട്ടിക്കറിയുന്ന, നിന്നോടും നിൻ്റെ ചേച്ചിയായി ഈ നിൽക്കുന്ന ഇവളുണ്ടല്ലോ, ഇവളെപ്പോലെ വൃത്തികെട്ടവളെയും കൂട്ടി നീ ഇവിടെ നിന്നും ഇറങ്ങിക്കോ. ഇനി അധികം നേരം നോക്കി നിൽക്കണ്ട, ഇനി എനിക്ക് ഒന്നും പറയാനില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്തതിൽ പറയാട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.